5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ദേവു, പൂജയുടെ സാധനങ്ങളൊക്കെ ഞാൻ കൗണ്ടറിൽ പറഞ്ഞിട്ടുണ്ട്. നീ അതൊക്കെ വാങ്ങിച്ചോണ്ട് വാ. ശരി മാഡം. കുറുപ്പേ, ഞാനാ ഉമയമ്മ. കുറുപ്പേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇത് കാര്യം നിങ്ങളുടെ കുടുംബകാര്യമാണ്. പക്ഷേ അത് നോക്കേണ്ട കാര്യവും അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ട കാര്യവും അത് നിങ്ങളുടെ ചുമതലയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ വൈകുന്നേരം അവിടെ എത്തുന്നതിനുള്ളിൽ ഇതെല്ലാം ഒന്ന് പരിഹരിച്ച് ഒരു സമാധാനപരമായിട്ട് അതുകൊണ്ട് നിർത്തണം. എന്നെ കുറിപ്പിനെ അറിയാവല്ലോ. ശരി. ഭഗവാനേ, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ നാരായണീ നമസ്തേ. മോനെ, എന്താ മോനെ ഇത്? കാന്തമല്ലേ? മനസ്സിലായി. അയ്യോ, ദീപു, എന്തു പറ്റി ദീപു? മാഡം താക്കോൽ ഇതിനകത്ത് വീണുപോയി. അയ്യോ ദൈവമേ, എന്റെ ദേവി. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തു പറ്റി ചേട്ടാ? വണ്ടിയുടെ താക്കോൽ ഇതിനകത്ത് വീണുപോയി. ആണോ? ഇതിപ്പോ വെട്ടിപ്പൊളിച്ചെടുത്തേ പറ്റത്തുള്ളൂ. ദൈവമേ, എന്റെ ദേവി. സോറി മാഡം, എല്ലാം കൂടെ കയ്യിലിരുന്നപ്പോ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഓക്കെ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ അതിനുള്ള വഴി നോക്ക്. വേറെ മാർഗമൊന്നുമില്ല, വെട്ടിപ്പൊളിച്ചെടുക്കാനേ പറ്റൂ. എന്തുപറ്റി? എന്റെ പൊന്നുമോളെ ഒന്നും പറയണ്ട. എന്റെ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ തെന്നി വണ്ടിയുടെ താക്കോൽ ഈ കാനയ്ക്കകത്ത് പോയി. ഇവരൊക്കെ പറഞ്ഞ് ഇതൊക്കെ വെട്ടിപ്പൊളിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? ഞാനും നോക്കട്ടെ. നമുക്കൊരു കമ്പിപ്പാര വെച്ചെടുക്കാൻ നോക്കിയാലോ? ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്താ ഈ കുട്ടി പറയുന്നത്? അതിനകത്തുനിന്ന് എങ്ങനെ എടുക്കാനാ? മോനെ, ഇത് കുറച്ചേരത്തേക്ക് ചേച്ചിക്കൊന്ന് തരുമോ? ഒരു കാര്യത്തിന്. ഇപ്പൊ തിരിച്ചുതരാം മോനെ. മോനും കൂടി വാ. കൊടുക്കും മോനെ. ഞാനൊന്ന് നോക്കട്ടെ മാഡം. ഈശ്വര,
എന്റെ ദേവി. ദാ. ചേട്ടൻ വല്ലാതെ പേടിച്ചു പോയല്ലേ? മാഡം അടുത്ത് നിൽക്കുന്നോണ്ട് എന്റെ പൊന്നു മോളെ, ഈ കുഞ്ഞിതേ കാന്തം കൊണ്ട് എന്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് പോയത്. പക്ഷേ എന്നിട്ടും എനിക്ക് ആ ബുദ്ധി പോയില്ല. മിടുക്കി. അല്ല, എന്താ കുട്ടിയുടെ പേര്? നന്ദിനി. എന്റെ പേര് ഉമയമ്മ ദേവി. അല്ല, മോള് തൊഴുതിറങ്ങിയതാണോ? ആ അതെ. വലിയ ഉപകാരം. ദേവി അനുഗ്രഹിക്കട്ടെ മോളെ. കണ്ടോ നിന്റെ കാന്തം കൊണ്ട് ഉപയോഗം ഉണ്ടായത്? വാ. ഈ പ്രാക്ടിക്കൽ ബുദ്ധി എന്ന് പറയുന്നതേ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന കാര്യമല്ല. നമ്മളൊക്കെ പരിഭ്രമിച്ച് നിന്നപ്പോ ആ കുട്ടി അതിന് പ്രായോഗികമായ ഒരു ഉത്തരം കണ്ടെത്തി. ആ, അതാണ് പെൺകുട്ടി. മനസ്സിലായോ? സാമർഥ്യം വേണം. ശോ, എന്റെ ഈശ്വര, ദൈവമേ, മിടുക്കി കുട്ടി. അവളാടാ എന്നെ ചോദ്യം ചെയ്ത് തടഞ്ഞു നിർത്തിയത്. വിടരുത് അവളെ. നീ എന്നെ തടയാൻ വളർന്നു അല്ലേടി? പിടിക്കട അവളെ.